അയാൾ അങ്ങനെ ആ കുളക്കരയിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ ആ ബോൾ അങ്ങ് വെള്ളത്തിലങ്ങ് പോവുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് അത് എടുക്കാനുള്ള ശ്രമത്തിൽ ഒരു കുട്ടി വേഗം ഒരു കമ്പ് എടുത്തിട്ട് പോയിട്ട് ആ ബോൾ അങ്ങ് എടുക്കാൻ വേണ്ടി ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് വിട്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ പിറകിൽ ആ കുറച്ച് ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്തായാലും അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയുടെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി ആ കൂട്ടത്തിലൊരു സ്ത്രീ അങ്ങ് കയറി പോവാണ്. ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, എന്തിനാ അവരോട് ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോഴൊന്നും ഈ ചേച്ചി ഞാനൊന്ന് നോക്കട്ടെ, എന്തായാലും അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഈ ശ്യാമയുടെ അടുത്തേക്ക് അങ്ങ് പോയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ ശ്യാമ അവരെ അങ്ങനെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് വീണ്ടും അങ്ങനെ മൗനം അങ്ങനെ പാലിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, ദൂരെ നിന്ന് ആരെങ്കിലുമൊക്കെ വരാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമ ഒരു റിയാക്ഷനും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ചേച്ചി അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഒരു റിയാക്ഷനും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അപ്പുറത്തെ അവരുടെ കൂട്ടത്തിലേക്ക് അങ്ങ് കയറി പോവാണ്. ആ സമയത്താണ് ഈ കൊച്ച് വെള്ളത്തിൽ അങ്ങ് വീഴാണ് ആ ബോൾ എടുക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അവരങ്ങനെ നില വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് ആ കുളക്കടവിൽ അങ്ങ് എത്തുകയാണ്. എന്നിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരും ഒന്ന് ഇറങ്ങുന്നൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ പേടിച്ച് അവിടെ നിന്ന് നില വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ശ്യാം ആ കുളക്കടവിലെ എടുത്ത് അങ്ങ് ചാടുകയാണ്. അപ്പോൾ ആരാണ് ചാടിയത് എന്നൊന്നും പെട്ടെന്ന് അവർക്കത് കണ്ടില്ല. പിന്നീടാണ് അവർ അങ്ങ് മുഖം കാണുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഈ ശ്യാമ ഇവരെ ഈ കുഞ്ഞിനെ ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അങ്ങ് കരയിൽ അങ്ങ് കയറ്റുന്നുണ്ട്. ആ സമയമാകുമ്പോഴത്തേനും ശ്യാമ ഒരുപാട് അങ്ങ് ക്ഷീണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവരെ പിടിച്ച് വേഗം കരയിലെത്തിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ഈ ഊർമിള പറയുന്നുണ്ട്, കൊച്ചിനെ വേഗം റൂമിലെത്തിക്കുക, ഇവരെ എല്ലാവരും കൂടി എടുത്ത് വേഗം അകത്ത് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഇവർ രണ്ടുപേരെയും കൂടിയിട്ട് ആ ആശ്രമത്തിനകത്തേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. പിന്നീട് ഈ ശ്യാമ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. ശ്യാമക്ക് ബോധമൊക്കെ പോയിരിക്കുകയാണ്. പക്ഷേ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല. അവരങ്ങനെ അവിടെ കുട്ടികളുടെ കൂടെ അങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ശ്യാമയുടെ ചുറ്റും നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ശങ്കർജി മെയിനായിട്ട് എന്തൊക്കെയോ ഒരു പച്ച മരുന്നുകളൊക്കെ ഇങ്ങനെ അരച്ചിട്ട് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഈ ശ്യാമയുടെ വായയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ബാക്കിയുള്ളവർ എന്താണ് റിയാക്ഷൻ എന്നൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഈ ശ്യാമക്ക് ബോധമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഗുരുജി കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്, നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഊർമിള പറയുന്നുണ്ട്, അത് അവിടെ എല്ലാവരും കുളക്കടവിൽ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലായിരുന്നു ഈ ഒരു കൊച്ച് വെള്ളത്തിലേക്ക് അങ്ങ് കാല് തെറ്റിപ്പോയത്. ആ സമയത്ത് ഇവർ അങ്ങ് കയറി അങ്ങ് രക്ഷപ്പെടുത്തുമായിരുന്നു. ആദ്യത്തിൽ ഞങ്ങൾ മുഖം പോലും കണ്ടിട്ടില്ല, ആരായിരുന്നു ആ ചാടിയത് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു ചേച്ചിയും കൂടി പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് ആരോ ഒന്ന് അങ്ങ് മിന്നായം പോലെ പോകുന്നത് മാത്രം കണ്ടിട്ടുള്ളൂ, പിന്നെ വെള്ളത്തിൽ ചാടിയത് ഇവരാണെന്ന് വെള്ളത്തിൽ നിന്നാണ് ഞങ്ങൾ കണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശങ്കർജി ഇങ്ങനെ പറയുന്നുണ്ട്, അത് വേണമെങ്കിൽ അവർ കേട്ടത് ഒരു കൊച്ചിൻ്റെ കരച്ചിലായും ഒരു മകളുടെ കരച്ചിലാകും. അപ്പോൾ ആ മകളുടെ കരച്ചിൽ വേണമെങ്കിൽ ഇവരുടെ ഈ അമ്മയിലുള്ള ആ ഒരു ശബ്ദമായിരിക്കും കേട്ടത്. ഒരു അമ്മയായിരിക്കും വേണമെങ്കിൽ ആ കൊച്ചിൻ്റെ ശബ്ദം കേട്ടത്. അപ്പോൾ അമ്മ സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു ബന്ധം തന്നെ ആയിരിക്കും അത്. എന്തായാലും നമുക്ക് നോക്കാം, അവരും വേണമെങ്കിൽ ഈ ജന്മത്തിൽ അവർ മറന്നു പോയതായിരിക്കും, അവരൊരു അമ്മയായിരിക്കും എന്നുള്ളൊരു സംശയം ഇങ്ങനെ ഈ ശങ്കർജി പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സ്നേഹം ഇങ്ങനെ ശ്യാമക്ക് ബോധം വരുന്നത് അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹം പെട്ടെന്ന് തന്നെ ഈ ശങ്കർജിനോട് പറയുന്നുണ്ട്, ശങ്കർജി അത് അവർ കണ്ണ് തുറക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ശങ്കർജി ചോദിക്കുന്നുണ്ട്, മീനാക്ഷിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, അവർ കുഴപ്പമൊന്നുമില്ല, അവർ ആ കുട്ടികളുടെ കൂടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് ഇവർക്ക് ഒന്ന് ബോധം വരാൻ വേണ്ടിയിട്ട് ശങ്കർജി മുഖത്ത് ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. ഏഞ്ചൽ എണീക്ക് ഏഞ്ചൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണ്. ആ സമയത്ത് ഈ ശ്യാമ പെട്ടെന്ന് തന്നെ എണീച്ചിട്ട് ചുറ്റുപാടും ഇങ്ങനെ നോക്കിയിട്ട്, മോളെവിടെ, എൻ്റെ മോളെവിടെ, അവൾക്ക് എന്താ പറ്റിയത്, മോളെവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോളവിടെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്, എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ പരിഭ്രാന്തിയിൽ അങ്ങ് ആ കട്ടിലിൽ നിന്ന് അങ്ങ് എണീച്ചിട്ട് നേരെ ഈ കൊച്ചിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവാണ്. ആ കൊച്ചാണെങ്കിൽ അവിടെ പുറത്ത് ഇങ്ങനെ കുട്ടികളോടൊപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ശ്യാമ പെട്ടെന്ന് തന്നെ ഈ കൊച്ചിനെ അങ്ങ് കാണുന്ന സമയത്ത് ഈ ഒരു അമ്മ മകളെ കണ്ട പോലെ ഇങ്ങനെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതൊക്കെയുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ കുട്ടിയുടെ അടുത്തേക്ക് അങ്ങ് ഓടി ചെന്നിട്ട് അവരെ അങ്ങ് വാരി പുണർന്ന് അവളെ അങ്ങ് കെട്ടിപ്പിടിച്ച് അങ്ങ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഈ കൊച്ചിനോട് പറയുന്നുണ്ട്, അമ്മ ഞാൻ പേടിച്ച് എത്ര പേടിച്ചു എന്നറിയോ, ആ കുളക്കടവിലൊക്കെ പോയി നിൽക്കാൻ നിന്നത്, ഇനി അങ്ങനെയൊന്നും നിൽക്കരുത് കേട്ടോ, അവിടെ വീണ് പോയാലോ എന്താ സംഭവിക്കാമെന്നറിയോ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും പോകരുത് എന്ന്, ഇനി എന്തൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചും ഇങ്ങനെ ഇല്ല ഇനി പോവില്ല എന്നൊക്കെ ഇങ്ങനെ ഈ കൊച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആകെ പേടിച്ച് പോയി, ഇനി അങ്ങനെയൊന്നും നിൽക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഈ കൊച്ചിൻ സ്വന്തം അമ്മയാണ് ഞാൻ എന്നുള്ള മട്ടിലാണ് എന്തായാലും ശ്യാമ അങ്ങ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇവരിങ്ങനെ ഭയങ്കര
പിടിച്ച് അങ്ങനെ കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ശങ്കർജിയും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കി കാണുകയാണ്. അപ്പോൾ ഈ ശങ്കർജി ഇങ്ങനെ പറയുന്നുണ്ട്, അതെ അതൊരു അമ്മയുടെ മകളുടെ ഒരു കൂടിച്ചേരലാണ്, അവർ തമ്മിൽ മകളാണ് എന്നുള്ള ധാരണയിലാണ് വേണമെങ്കിൽ ഏഞ്ചൽ മേരി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഇനി ശല്യം ചെയ്യേണ്ട, അവരെ വഴിക്കങ്ങ് വിട്ടോളൂ എന്നൊക്കെ ഇങ്ങനെ ശങ്കർജി പറയുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ മനസ്സിൽ ഇവരുടെ ഒരമ്മയാണ് എന്നുള്ള കാര്യം വേണമെങ്കിൽ ഇവർ മറന്നു പോയതായിരിക്കും. വേണമെങ്കിൽ ഇവരെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്ന പേർക്ക് പോലും അറിയാമായിരിക്കില്ല ഇവരൊരമ്മയായിരുന്നു എന്ന്. ആ ഒരു സ്നേഹമായിരിക്കും വേണമെങ്കിൽ അവൾ ഈ കൊച്ചിനോട് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും അവർ യഥാർത്ഥത്തിൽ അവരുടെ അമ്മ എന്നുള്ള ആ ഒരു പദവിയൊക്കെ യഥാർത്ഥത്തിൽ അവർക്കുണ്ട് എന്നുള്ള കാര്യം, അവർക്ക് സ്വന്തമായിട്ടൊരു മകളുണ്ടാകും, അതൊക്കെ നമുക്ക് കണ്ടെത്തണം, അവരുടെ ഓർമ്മകളൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കണം, അതിനവരെ അങ്ങ് ശാന്തമായിട്ട് വിട്ടോളൂ എന്നൊക്കെ ഇങ്ങനെ അവരോട് അങ്ങ് പറയാണ്. അപ്പോൾ ഓക്കെ ശങ്കർജി എന്നൊക്കെ ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സമ്മതിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ അവിടെ ഇത് രാധികയും അവിടെ അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടിയിട്ട് ഇങ്ങനെ നല്ല ജോലിയിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാധിക ഇങ്ങനെ ഉരലിൽ മസാല പൊടികളൊക്കെ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ യശോദ വന്നിട്ട് രാധികനോട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ദേ ഒന്നിങ്ങോട്ട് മാറി, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ആ ഒരു ഉരൽ അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ച് വാങ്ങിയിട്ട് ഈ യശോദ അങ്ങ് ഇളിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഈ കാര്യം ഇനി ഇവിടെ നടക്കില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ രാധിക എന്താണ് ഈ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ തന്നെ രാധിക ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് നടക്കില്ല എന്ന് അമ്മ പറയുന്നത് എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ യശോദ പറയുന്നുണ്ട്, ഈ മസാല ഇവിടെ ഈ ഉരലിലിട്ട് ഇടിക്കുന്നതേ ഇനി പാക്കറ്റ് മസാല വാങ്ങിയാൽ മതി, അല്ലാതെ ഇനി ഇങ്ങനെ റിസ്ക് എടുക്കുന്നു വേണ്ട, ഇതെന്തായാലും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറയുന്നത്. അവരധികം ചോദിക്കുന്നുണ്ട്, അതെന്താ ആരെങ്കിലും പറഞ്ഞോ ഈ സദ്യ ഭയങ്കരമായിട്ട് രുചി കൂടിപ്പോയി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആരെങ്കിലുമൊക്കെ പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, അതൊന്നുമല്ല, ഇനി ഇവിടെ മസാല ഇടിച്ച് ഇങ്ങനെ പൊടിക്കാൻ പറ്റില്ല, ഞാൻ എന്നോട് പലവട്ടം പറഞ്ഞതാണ് എനിക്കും കൂടി ഇടിക്കാൻ തരണമെന്ന്, പക്ഷേ നീ എനിക്ക് തരുന്ന പോലുമില്ല, നീ തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു കുറച്ച് നേരത്തേക്ക് പോലും നീ ഇതൊന്നും തരുന്നില്ല, എല്ലാം നീ സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി ഇതിവിടെ നടക്കില്ല, ഇത് ഞാനിവിടെ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ഷൗട്ട് ചെയ്ത് അവളോട് അങ്ങ് പറയണം. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ ചിരി വരുന്നുണ്ട് യശോദയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, അപ്പോൾ അമ്മക്ക് തരാത്തതിൻ്റെ കംപ്ലൈൻ്റ് ആണല്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അമ്മ ഇടിച്ചോ മറ്റു ദിവസം ഞാൻ ഇടിച്ചോളാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ യശോദ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തിനൊരു ഇരുട്ടി വെളുക്കാനുള്ള സമയമേ ഉള്ളൂ, അത് പിന്നെ എനിക്ക് തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ തമാശ രൂപേണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജയഭാരതി മുത്തശ്ശി അങ്ങ് നോക്കി കാണുന്നുണ്ട്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ രാധികയെ അവർക്കും കൂടി കുറച്ച് കൊടുക്ക്, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വെറുതെ ഇരിക്കേണ്ടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മാത്രമല്ല യശോദനോട് കൂടിയിട്ട് പറയുന്നുണ്ട്, നീ അവൾ അത് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് അത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്തിനാ, നിനക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ഇവിടെ ഇങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ഞാൻ ഈ അമ്മക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ വിചാരിച്ചത്, അമ്മയും കുറച്ച് നേരം റെസ്റ്റ് എടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി അവളോട് പറയുന്നുണ്ട്, എൻ്റെ രാധികയെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ നിന്നാലേ നമ്മൾ അവിടെ അങ്ങ് വീണ് പോകും, പിന്നെ എണീക്കാനേ കഴിയില്ല, പിന്നെ മണിയെടുക്കാനൊക്കെ നല്ല മടിയായിരിക്കും, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ ഇവരും ഇങ്ങനെ തമാശ രൂപേണ രാധികനോട് അങ്ങ് പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എന്തായാലും അമ്മേ ഇന്ന് ഞാൻ ഇടിക്കാം, നാളെ നിങ്ങൾ ഇടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉരുളങ്ങ് വാങ്ങി ഇടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരിക്കും ഇവളുടെ ഫോൺ അങ്ങ് റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവൾ ആരാന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങ് എടുക്കാൻ വേണ്ടി പോവാണ്. ആ ഫോൺ എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നാളെ ഓർഡർ തന്നിരിക്കുന്ന ഒരു ചേട്ടനായിരിക്കും. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നുണ്ട്, രാധികയെ ഞാൻ നാളത്തെ ഓർഡറിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, 40 പേർക്കുള്ള ഓർഡർ അല്ലേ, അതെന്തായാലും ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ ഉണ്ടാക്കിയിരിക്കും, നിങ്ങൾ ഇവിടെ വന്നിട്ട് എടുത്ത് പോയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നുണ്ട്, അക്കാര്യത്തിൽ പറയാനാണ് ഞാൻ വിളിച്ചത്, ചെറിയൊരു പ്രശ്നമുണ്ട്, 40 ആൾക്കാർക്കുള്ള ഓർഡറിൽ ചിലർക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ഈ ആറ്റുവാശ്ശേരി സദ്യ വേണ്ട എന്നുള്ളതിൽ, അതുകൊണ്ട് ചിലർക്ക് മാത്രമാണ് ആറ്റുവാശ്ശേരി സദ്യ മതി എന്നുള്ള കാര്യത്തിലും, അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ ചേട്ടൻ എന്താ അങ്ങനെയൊക്കെ തീരുമാനിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ചേട്ടൻ പറയുന്നുണ്ട്, അത് പിന്നെ ഈ ഫുഡ് പോയ്സനെ പറ്റി ഈ ന്യൂസിലൊക്കെ വന്നതല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് വീണ്ടും ആ പത്രക്കാർ തിരിച്ച് എഴുതുകയും ചെയ്തിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ, പക്ഷേ ചിലർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ഈ ഫുഡ് പോയ്സൺ അല്ലേ, വെറുതെ റിസ്ക് എടുക്കണ്ട, അതുകൊണ്ട് ഇത് ക്യാൻസലാക്കുക എന്നുള്ള അഭിപ്രായമുണ്ട്, ഇനി ഞങ്ങളെങ്ങാനും അവരെ ധിക്കരിച്ച് അങ്ങ് ഓർഡർ ചെയ്താൽ ഞങ്ങൾ രണ്ട് ചേരികളായി മാറും, അതുകൊണ്ട് അങ്ങനെ അങ്ങ് സ്പ്ലിറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഒന്നുകൂടി തീരുമാനിച്ചിട്ട് പോരെ, ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട്, അത് പിന്നെ ആലോചിക്കാനൊന്നുമില്ല, കമ്മിറ്റി എടുത്ത തീരുമാനമാണ് അത് ക്യാൻസലാക്കാൻ,
എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ ഫോൺ വെക്കുകയാണ്. അപ്പോൾ രാധികയും ഭയങ്കര നിരാശയായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഈ യശോദയും ജയഭാരതി മുത്തശ്ശിയും കൂടി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രാധിക, എന്തിനാ ഇങ്ങനെ ടെൻഷൻ എടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആരെ ആശ്രയിക്കാതെ അങ്ങ് പിടിച്ച് കയറി ഒന്ന് ഒറ്റക്ക് നിൽക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അതും നടക്കില്ല എന്നാണ് തോന്നുന്നത്. ഈ നാളത്തെ ഓർഡർ ചെയ്യാനുള്ള ആളാണ് വിളിച്ചത്, അവർ ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനാവുകയാണ്. അവർ അധികം ഇങ്ങനെ ഭയങ്കര ടെൻഷനായി പറയുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടതായിരുന്നു, പക്ഷേ ഇവിടെ ഒരു ഫലം കാണുന്നില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിരാശരായിട്ട് അങ്ങ് ഇരിക്കുന്നുണ്ട്. പിന്നെ ആശ്രമത്തിലാണെങ്കിൽ നമ്മുടെ ശ്യാമ ആ ഒരു കൊച്ചിങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഊർമിള വന്നിട്ട് ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ട്, അല്ല എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്, നീ നിൻ്റെ റൂമിലേക്ക് പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ശ്യാമ ഒന്നും പറയാതെ, ഞാനിവിടെ ഇരുന്നോളാം, ഞാൻ കൊച്ചിൻ്റെ അടുത്ത് തന്നെ ഇരുന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, അതിന് നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, അവിടെയൊക്കെ നോക്കാൻ വേറെ ആളുണ്ടാകും, നീ റൂമിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, കൊച്ചിനെ നോക്കാൻ പിന്നെ ആരാ ഉണ്ടാവുക, അവൾ ഉണർന്നാൽ എന്നെ ചോദിച്ച് കരയും, അതുകൊണ്ട് ഞാനിവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ പറയുമ്പോൾ ഈ ഊർമിള വീണ്ടും നിന്നോട് റൂമിലേക്ക് പോകാനാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ ശ്യാമ ദേഷ്യത്തിൽ ഈ ഊർമിളനെ അങ്ങ് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു നോട്ടത്തിൽ തന്നെ ഈ ഊർമിള അങ്ങ് പേടിച്ചങ്ങ് തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ശബ്ദമൊക്കെ കേട്ടിട്ട് ആ ഒരു ശങ്കർജി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഊർമിളനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ഊർമിള എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഊർമിള പറയുന്നുണ്ട്, അത് ഞാൻ ഇവരോട് റൂമിലേക്ക് പോകാൻ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, അവരെ അവിടെ തന്നെ ഇരുന്നോട്ടെ, നിങ്ങളൊന്നും ഇങ്ങോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഊർമിളനെ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി പോവാണ്. എന്നിട്ട് ഊർമിളനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതാണ് ഇവിടെയുള്ള ആളുകളോടൊന്നും ശബ്ദം ഉയർത്തി സംസാരിക്കരുതെന്ന്, കാരണം ഇവർ ഏത് സാഹചര്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് എന്നൊന്നും നമുക്കറിയില്ല, ഒരുപാട് കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിന്നൊക്കെ വന്നതായിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ ഒന്ന് ഉയർത്തി സംസാരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ ഒരു വേദനയായിട്ട് അവരുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അതൊരു അമ്മയും മകളും തമ്മിലൊരു കൂടിച്ചേരലാണ് എന്ന്, അതുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങ് വിട്ടേക്ക്, അവരവിടെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ അവരോട് പറയണം. അപ്പോൾ ഈ ഊർമിള സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ അവർ മറന്നു പോയതാണ്, അവർ മറക്കുന്നതിൻ്റെ മുന്നേ അവർ വേണമെങ്കിൽ ഒരു അമ്മയായിരിക്കും, അവരുടെ സ്വന്തം മകളെ എന്തായാലും നമുക്ക് കണ്ടെത്തണം, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, അത് അവരുടെ വഴിക്ക് അങ്ങ് വിടുക, എന്നിട്ട് നമുക്ക് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ ഓർമ്മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അതിനുള്ള ശ്രമം ആയിരിക്കണം ഇനി അടുത്തത് എന്നൊക്കെ ഇങ്ങനെ ഊർമിളിനോട് പറഞ്ഞിട്ട് ശങ്കർജി അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. പറയാൻ പറ്റിയ നല്ല ആളോടാണ് ഈ ശങ്കർജി പറഞ്ഞതും. അപ്പോൾ ഇവരിങ്ങനെ ഇനി അത് എന്തായാലും സംഭവിക്കാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്ന് എന്തായാലും ഉറപ്പാണ്. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ ഇവരെല്ലാവരും കൂടി ഭയങ്കര ടെൻഷനായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ടെൻഷനായി നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ വീടിൻ്റെ മുറ്റത്തേക്ക് അവിടെ ആ ജോലിക്ക് സഹായത്തിന് വന്നിരിക്കുന്ന ആ ചേച്ചി അങ്ങ് വരികയാണ്. ചേച്ചി ഈ രാധിക എന്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ രാധിക അങ്ങനെ മുറ്റത്ത് ഇറങ്ങിയിട്ട് എന്ത് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, അത് പിന്നെ രാധിക മോളെ നാളത്തെ ഓർഡറിനുള്ള ജോലികളൊക്കെ എന്തായി, അതൊക്കെ എവിടെ വരെ എത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും അവിടെയോട് എന്താണ് പറയേണ്ടത് എന്നൊന്നും അറിയാതെ നിരാശയായിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ഓർഡറുകൾ അങ്ങനെ ക്യാൻസലായി പോകുന്നുണ്ട്. യശോദയുടെ ഫോണിലേക്കും അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ വിളിച്ചിട്ട് ഓർഡർ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ക്യാൻസലാക്കുന്നൊക്കെ ഉണ്ട്. ആ ഒരു സമയത്താണ് ഈ ചേച്ചി വന്നിട്ട് അങ്ങ് ചോദിക്കുന്നത്. രാധിക എന്താ പറയേണ്ടതെന്നൊന്നും അറിയാതെ അങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തായാലും എപ്പിസോഡ് അവിടെ അങ്ങ് അവസാനിക്കുകയാണ്. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ആ ഒരു CI നേരെ ചന്ദ്രശേഖരനെ അങ്ങ് കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അവരോട് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്നെ പുറത്ത് ഒരു പബ്ലിക്കായിട്ട് തല്ലിയ ഒരൊറ്റൊരാളേ ഉള്ളൂ, അത് ആ വരുണാണ്, അവൻ എന്തായാലും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇയാളിങ്ങനെ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞത് അവർ രണ്ടുപേരും തെരുവിലിരുന്ന് തെണ്ടണം എന്നുള്ള ആഗ്രഹമല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ CIയും കൂടി പ്രതികാരത്തിന് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഈ ശ്യാമ ആ കൊച്ചിൻ്റെ പിന്നാലെ തന്നെയാണ്, ആ കൊച്ചിനെ അങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ശ്യാമക്ക് അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ ആ കൊച്ചു കാരണം കഴിയുമോ ഇല്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കാൻ കഴിച്ചാൽ അപ്പോൾ ഓക്കെ, നാളെ കാണാം, ബൈ ഓൾ.